മിസ്റ്റർ രാമേന്ദ്രൻ, പ്രൈം മിനിസ്റ്റർ ഇന്ന് കേരളത്തിൽ 2 പ്രസംഗങ്ങൾ നടത്തി. തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വന്ന അദ്ദേഹം കടുത്ത രാഷ്ട്രീയം പറയുമെന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. അവസാനത്തെ അതെ, അദ്ദേഹം കേരളത്തിലെ പ്രചരണത്തിന് ഉള്ള അവസാനത്തെ പര്യടനമായിരുന്നു ഇത്. തിരുവനന്തപുരത്തും ആലത്തൂരും അദ്ദേഹം രാഷ്ട്രീയ കാര്യങ്ങൾ പറഞ്ഞു. കൂട്ടത്തിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു നുണയനാണെന്ന് പറഞ്ഞു. മുമ്പ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും കേരളത്തിലെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയെ ഇങ്ങനെ പേരെടുത്ത് ലയർ എന്ന് വിളിച്ചിട്ടില്ല. മിസ്റ്റർ മുഖ്യമന്ത്രി, യു ആർ എ ലയർ എന്ന് പറയാൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയെ പ്രേരിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെ? അതായത് ഈ പറഞ്ഞ പോലെ ഈ നിങ്ങളുടെ മുഖ്യമന്ത്രി നുണയനാണെന്ന് വേറൊരു പ്രധാനമന്ത്രി ഇവിടെ വന്ന് പറഞ്ഞിട്ടില്ല. ഈ പരസ്യമായി ഒരു വലിയ പൊതുയോഗത്തിൽ അതെ, ഈ നെഹ്റു മറ്റേ വിമോചന സമര കാലത്ത് മറ്റേ തിരുവനന്തപുരത്ത് വന്നിറങ്ങിയപ്പോൾ EMSനോട് മറ്റേ ഇത്ര പെട്ടെന്ന് നിങ്ങൾ ജനങ്ങളെ എങ്ങനെ വെറുപ്പിച്ചു എന്ന് ചോദിച്ചതായിട്ട് ചരിത്രത്തിൽ കിടക്കുന്നുണ്ട്. കാരണം തൊഴിലാളികളെ തന്നെ വെടിവെച്ചല്ലോ. ചന്ദനത്തോപ്പിലും മറ്റേ മൂന്നാറിലും തൊഴിലാളികൾ തന്നെ കൊല്ലപ്പെട്ടു, പാപ്പാമ്മാളും ഒക്കെ. അപ്പോൾ കരുണാകരൻ വാ തുറക്കുന്നത് മറ്റേ കള്ളം പറയാനും ഭക്ഷണം കഴിക്കാനുമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് EMS കരുണാകരനെ വിമർശിച്ചു. അതെ അതെ. ഇതിൽ മോദിയുടെ മനസ്സിൽ കുറേ കാലമായിട്ട് ഈ കരുവന്നൂർ സഹകരണ ബാങ്കിൻ്റെ ഇഷ്യൂ കിടക്കുന്നുണ്ട്. കാരണം ആലത്തൂരിലെ സ്ഥാനാർത്ഥി സരസു ടീച്ചറെ വിളിച്ചു കഴിഞ്ഞപ്പോൾ സരസു ടീച്ചർ അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്ന ഒരു കാര്യം ഈ കരുവന്നൂർ ബാങ്കിൻ്റെ കാര്യമാണ് അന്ന്. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ട് അദ്ദേഹം അന്ന് പറഞ്ഞു, ഈ ED കണ്ടുകെട്ടുന്ന സ്വത്തുക്കൾ പല അഴിമതിക്കാരുടെയൊക്കെ കണ്ടുകെട്ടുന്നുണ്ടല്ലോ, സ്ഥാപനങ്ങളുടെയൊക്കെ, അത് ലേലം ചെയ്ത് കിട്ടുന്ന തുക ഈ നിക്ഷേപകരുടെയൊക്കെ ദുഃഖം അകറ്റാനായിട്ട് ഉപയോഗിക്കുമെന്ന് അന്നൊരു വാക്ക് കൊടുത്തു. ഇന്നും അത് ആവർത്തിച്ചിട്ടുണ്ട്. ഇന്നത് ആവർത്തിക്കുക മാത്രമല്ല, PMLA കോടതിയിലെ ഈ മണി ലോണ്ടറിങ് കേസുകളൊക്കെ വിചാരണ ചെയ്യുന്ന കോടതി കേരളത്തിലെ PMLA കോടതിയിൽ ED എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു നിയമ ഭേദഗതി PMLA ആക്റ്റിൽ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അപ്പോൾ കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകരുടെ പ്രശ്നം പരിഹരിക്കുമെന്ന് ഇന്ന് കോടതിയിലും പറഞ്ഞിട്ടുണ്ട്. അത് ആ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ വാർത്ത വന്നത്. ഈ മോദിയുടെ പ്രസംഗം ഏതാണ്ട് ആ കരുവന്നൂർ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ കോടതിയിലെ വിവരം കൂടി വന്നത്. അപ്പോൾ അത് ഗൗരവമായിട്ടാണ് മോദി ആ പ്രസംഗത്തിൽ പറഞ്ഞു, ഞാനത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റേ നിയമവിദഗ്ധരുമായിട്ട് ആ ഭേദഗതി എങ്ങനെയാണെന്ന്. അപ്പോൾ അടുത്ത സർക്കാർ കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ടൊരു സംഭവം അതായിരിക്കും. ഇവിടെ 90 കോടി മുതൽ 110 കോടി രൂപ വരെ കരുവന്നൂർ ബാങ്കിൻ്റെ ഈ കണ്ടുകിട്ടിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. മറ്റേത് വലിയ തുക 16,000 കോടിയോ അങ്ങനെ എന്തോ ഒരു വലിയ തുക ED ഇതുവരെ കണ്ടുകിട്ടിയ കാര്യമൊക്കെ മോദി ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വലിയൊരു തുക കണ്ടുകിട്ടിയത്. അപ്പോൾ ഈ PLMA കോടതി ഇങ്ങനെ പറയുമ്പോൾ ആ കണ്ടുകിട്ടാനുള്ള ആദ്യം പ്രൊവിഷണലായിട്ട് താൽക്കാലികമായിട്ടാണ് കണ്ടുകിട്ടുക പല പണമിടപാട് കേസുകളിലുമൊക്കെ. എന്നിട്ട് ചിലതൊക്കെ ഈ നഷ്ടപരിഹാരം അടച്ചു കഴിഞ്ഞിട്ട് വിട്ടുകൊടുക്കാറൊക്കെ ഉണ്ട് ഈ സാമ്പത്തിക കുറ്റങ്ങളിലൊക്കെ. പക്ഷെ ഇങ്ങനെ കണ്ടുകിട്ടുന്നതിൽ ഇനി PMLA കോടതി ലേലം ചെയ്യാനുള്ള ഈ കരുവന്നൂരിലെയൊക്കെ പ്രത്യേകിച്ച് അത് ലേലം ചെയ്യാനുള്ള അനുവാദം കൂടി കൊടുത്താൽ ഈ കണ്ടുകിട്ടുന്ന PLMA ആക്ടിൻ്റെ ഒരു സംഭവം തന്നെ കണ്ടുകിട്ടുന്ന വസ്തു പെട്ടെന്ന് ലേലമൊക്കെ ചെയ്ത് ഈ നിക്ഷേപകർക്ക് പൈസ കൊടുക്കാൻ പറ്റും ആ ആക്ട് വെച്ചിട്ടുള്ള കേസുകളിൽ. അല്ലാത്തതാണ് ഇങ്ങനെ നീണ്ടുപോവുക. അപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത് കരുവന്നൂർ തട്ടിപ്പിൻ്റെ വ്യാപ്തി 300 കോടി രൂപയാണ് എന്ന് പറയുന്നു. ഈ കണ്ടുകെട്ടിയതിൽ ഈ ഇത്രയും തുക വരുമോ? കണ്ടുകിട്ടിയതിൽ ഇതുവരെ ഉള്ളതിൽ ഇങ്ങനെ വരില്ല. 90 മുതൽ 110 വരെ ഇപ്പം കണ്ടുകിട്ടിയതിലുള്ളൂ.
ചിലപ്പോൾ കൂടുതൽ ഇനി വന്നേക്കാം. ഇത് സാധാരണ ബ്ലേഡ് കമ്പനികൾ പൊട്ടുമ്പോഴും റിസീവറൊക്കെ വെച്ചിട്ട് കിട്ടുന്നതൊക്കെ ചെറിയ തുകകളായിരിക്കുമല്ലോ. ഒന്നുമില്ലാത്തടത്ത് ഇത് ഈ മുഖ്യമന്ത്രി നുണ പറയുന്നു എന്ന് പറയുന്നതിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ, ഈ കരുവന്നൂർ ബാങ്ക് സഹകരണ മന്ത്രി വാസവൻ പലതവണയായി പറയുന്നു, മുഖ്യമന്ത്രിയും പറയുന്നു, ആ നിക്ഷേപകരുടെ പൈസ ഞങ്ങൾ തിരിച്ചു കൊടുത്തിരിക്കും, ഇത് വാക്കാണ് എന്ന്. ഇത് ഞാൻ അന്ന് തന്നെ എഴുതിയിട്ടുണ്ട്, ഇത് തരികിട പരിപാടിയാണിത്, ഇത് തിരിച്ചു കൊടുക്കാൻ വകുപ്പില്ല. എന്താണെന്ന് വെച്ചാൽ കുറേ ആളുകൾ അഴിമതി നടത്തുന്നു, ഒരു ബാങ്കിൽ തട്ടിക്കുന്നു. ഈ തട്ടിച്ച പണം തിരിച്ചു കൊടുക്കാനായിട്ട് വകുപ്പില്ല സർക്കാരിന്. സർക്കാർ തിരിച്ചു കൊടുക്കുക എന്നുള്ളത് ഈ വഴിയായാലും നടക്കുള്ളൂ. പബ്ലിക്കിൻ്റെ പൈസ എടുത്ത് കൊടുക്കാൻ പറ്റില്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് അവരത് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് നമുക്കും അറിയില്ല. അല്ല, അങ്ങനെ ഒരു സാധ്യത ഇല്ലാതില്ല. കാരണം റബ്കോ ബാങ്കിൻ്റെ കടം മുഴുവൻ ഗവൺമെൻറ് വീട്ടി. തട്ടിച്ച പണം സർക്കാർ വീട്ടിയിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. നമ്മുടെ നികുതി പണം എടുത്ത് അടയ്ക്കാൻ പറ്റില്ല. കാരണം അത് റിസർവ് ബാങ്കും സമ്മതിക്കുന്നില്ലല്ലോ. റിസർവ് ബാങ്കല്ലേ ഇതിലൊക്കെ പ്രധാനപ്പെട്ട അധികാരിയായിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഈടി പിടിച്ച റബ്കോയുടേത് അക്യുമുലേറ്റഡ് ലോസാണ്. ലോസാണ്, മറ്റേ തട്ടിപ്പല്ല. തട്ടിപ്പ് ഒരു കാരണവശാലും ഇപ്പോൾ ആര് തട്ടിച്ചാലും എടുത്തു കൊടുക്കാൻ പറ്റില്ല സർക്കാരിന്. അങ്ങനെ നിയമത്തിൽ വകുപ്പില്ല. എങ്ങനെ ന്യായീകരിക്കും അത്? ജനങ്ങൾ തട്ടിച്ചതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ജനങ്ങൾ തട്ടിച്ചതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കുള്ളൂ. അതുകൊണ്ട് കരുവന്നൂർ ബാങ്കിൻ്റെ കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വന്നിരിക്കുന്നത്, ഇത് മറ്റേ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ എഴുതുന്ന കാലത്ത് ഈ CPM-ന്റെ വ്യാജ അക്കൗണ്ടുകൾ അവിടെ കരുവന്നൂർ ബാങ്കിൻ്റെ അകത്ത് ഉള്ളതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ അവിടെ പലയിടത്തായിട്ടും 25 അക്കൗണ്ട് ഉണ്ട് എന്നാണല്ലോ പറയുന്നത്. ഇതൊക്കെ ഈ ഇപ്പോൾ 110 കോടി രൂപ വരെ കണ്ടുകിട്ടാനുള്ള വകുപ്പുണ്ടെങ്കിലും വേറെ പലതും കണ്ടുകിട്ടുന്നില്ലേ. ഇപ്പോൾ മരവിപ്പിച്ചിട്ടുണ്ടല്ലോ പാർട്ടിയുടെ ഫണ്ട്. 4 കോടി രൂപ, ഇപ്പോൾ 6 കോടി ഉണ്ടായിരുന്നത് 4 ആയി. അക്കൗണ്ട്സ് മരവിപ്പിച്ചു. വേറെ 25 അക്കൗണ്ടുകൾ പലയിടത്തായിട്ട് കിടക്കുന്നുണ്ട് ബാങ്കിൻ്റെ. അതിൽ പല ട്രാൻസാക്ഷൻ. പക്ഷേ ഇതിൽ ഏത് പോയിന്റിലാണ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ഒരു നുണയനാണെന്ന് വരുന്നത്? ഇതിൽ മാത്രമല്ലല്ലോ. ഈ ചീഫ് മിനിസ്റ്റർ നുണയനാണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കരുവന്നൂർ ബാങ്കിലേക്ക് കിടന്നത്. അത് ഞങ്ങൾ തിരിച്ച് നിക്ഷേപകർക്ക് കൊടുക്കും എന്ന് പറഞ്ഞത് വലിയ കള്ളമാണ്. ഇനി നേരത്തെ പറഞ്ഞ ആത്മവഞ്ചനയാണ്. അല്ല, പല കാര്യങ്ങളിലും സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലുകൾക്കിടയിൽ മുഖ്യമന്ത്രി പറയുന്നത് പച്ചക്കള്ളമാണെന്ന് പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട്. അവര് വളരെ ഓണസ്റ്റ് ആയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതെ, അവര് പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണെന്ന് തോന്നുന്നു. പറയുന്നത് കേട്ടാൽ മനസ്സിലാവും. ബിരിയാണി ചെമ്പിൻ്റെ കഥ, പിന്നെ സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ കത്തിപ്പോയതിൻ്റെ കഥ, പിന്നെ മറ്റേ ഷെയ്ക്കിനെ കൊണ്ടുവന്നിട്ട് വഴിതിരിച്ചു വിടുന്നത് വണ്ടി. അതെ അതെ. പിന്നെ സ്വർണ്ണക്കള്ളക്കടത്തിൽ ആത്യന്തികമായി അദ്ദേഹം ഒരു ദിവസം പോലും സത്യം പറഞ്ഞിട്ടില്ല. തനിക്ക് ഒരു ബന്ധവുമില്ല എന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി, സ്പെഷ്യൽ സെക്രട്ടറി മറ്റേ രവീന്ദ്രൻ ശിവശങ്കരൻ ശിക്ഷിക്കപ്പെട്ട് ജയിലിലാവുകയും ചെയ്തു. ശിവശങ്കരനെ കൊണ്ട് ചെയ്യിച്ചതും ശിവശങ്കരൻ ആർക്കു വേണ്ടിയാണോ എല്ലാം ചെയ്തതും അതിനും എല്ലാം മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമില്ലേ? ഉണ്ട്. അദ്ദേഹത്തിന്റെ സെക്രട്ടറി അല്ലേ, അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിയന്ത്രിച്ചിരുന്ന ആളല്ലേ ശിവശങ്കർ. പിന്നെ അവിടെ വേറൊരാളും CM എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, രവീന്ദ്രൻ. CM രവീന്ദ്രൻ അതിപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഉണ്ട്. അദ്ദേഹത്തിന് കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. ഊരാളുങ്കൽ സൊസൈറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് എവിടെയാണ് ജോലി എന്നല്ലേ. പിന്നെ മാസപ്പടി കേസിൽ മകൾ പിന്നെ കരിമണൽ കർത്തായുടെ കമ്പനിയിൽ നിന്ന് മാസാമാസ ഗഡുക്കളായിട്ട് കോടിക്കണക്കിന് രൂപ വാങ്ങി. അതിന് എന്ത് തരം സർവീസിനാണ് എന്ന ചോദ്യം മുഖ്യമന്ത്രിയോട് ഒരു വേള വന്നപ്പോൾ അത് വീണ എന്ന വ്യക്തിയോട് ചോദിക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം. പിന്നെ ആ വിഷയത്തിൽ അദ്ദേഹം ഇതപര്യന്തം ദീർഘമൗനം പാലിക്കുകയാണ് ചെയ്യുന്നത്. ഈ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുണ്ട്. പക്ഷെ PV എന്നുള്ള പേരും ഉണ്ട്. PV താനല്ലെന്നും പറഞ്ഞു. അതെ, അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അത് PV കുഞ്ഞിക്കണ്ണനാണോ എന്നൊക്കെ പല ചോദ്യങ്ങളും ഉണ്ടായി. PV അബ്ദുൾ വഹാബാണോ? PV ആരാണെന്ന് അദ്ദേഹത്തിന് അറിയാമല്ലോ. എന്തായാലും ശശിധരൻ കർത്താക്ക് ഏതായാലും അറിയാമല്ലോ. ഈ എക്സാലോജിക്ക് ഇതിൽ അതല്ലാതെ 12 കമ്പനികളുണ്ട്. 12 കമ്പനികളെ ചോദ്യം ചെയ്യാനായിട്ട് ED നോട്ടീസ് കൊടുത്തിട്ടുണ്ടല്ലോ. എക്സാലോജിക്ക് പണം വാങ്ങിച്ചതായിട്ട് പറയപ്പെടുന്നത്. പിന്നെ ഈ K-ഫോൺ എന്ന് പറഞ്ഞൊരു സംഭവം, അത് ഇത്ര സമയം കൊണ്ട് നടന്നിരിക്കും, ഇത്ര കണക്ഷൻസ് പാവപ്പെട്ടവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. ഇതൊക്കെ വാക്കല്ലേ? അല്ല, ഈ K-ഫോണും K-റെയിലും ഒന്നും നടക്കുന്നില്ലെങ്കിലും ബോംബ് നിർമ്മാണം നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും ഈ ഗവൺമെൻറ് ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ഇപ്പം ഇതിനെല്ലാം കൂടെ വെച്ചുകൊണ്ടാണോ നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി ഇങ്ങനെ വിളിച്ചത്? അല്ല, പ്രധാനമന്ത്രി ഒന്ന് ആലോചിച്ച് നോക്കൂ. കേന്ദ്ര സർക്കാരിനെതിരെ കേസ് കൊടുത്തു കേരളം. അതാ പലിശ കടമെടുക്കാനുള്ള അനുവാദം, പിന്നെ പരിധി. അതിൻ്റെ അകത്ത് കേരളം പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണെന്ന് നിർമ്മല സീതാരാമൻ തിരുവനന്തപുരത്ത് വന്ന് പറഞ്ഞു. ഇപ്പോൾ കോടതിയും അവസാനം അത് എത്തി. എന്നിട്ട് ഒരു ഔദാര്യം എന്നുള്ള നിലയ്ക്ക് ഈ സാമ്പത്തിക വർഷത്തിൽ നിന്ന് 5000 കോടി ഞങ്ങൾ കാലേക്കൂട്ടി തരാമെന്ന് കേന്ദ്രം പറഞ്ഞു. ഔദാര്യമാണല്ലോ. കേന്ദ്രം അങ്ങനെയല്ലേ പെരുമാറാൻ പറ്റുള്ളൂ. ഫെഡറൽ സംവിധാനമല്ലേ. ഏതെങ്കിലും സംസ്ഥാനത്തോട് ചിറ്റം നയമൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ 5000 കോടി കിട്ടാതെ പോയി. കേസിന് പോയതുകൊണ്ട്. കാരണം സാമ്പത്തിക വർഷം മാർച്ച് 31 തീർന്നു പോയല്ലോ. ആ സാമ്പത്തിക വർഷത്തെ കാര്യം പറഞ്ഞല്ലേ കേസിന് പോയത്. എന്നിട്ട് ഈ മറ്റ് സംസ്ഥാനങ്ങളുമൊക്കെ ഈ പിണറായി വിജയൻ ഇങ്ങനെ കേന്ദ്രത്തിനെതിരെ കൊണ്ട കേസ് കൊടുത്തത് തമിഴ്നാടുമൊക്കെ ഇപ്പോൾ ആ മാതൃക പിന്തുടരുന്ന പോലെയും ഉണ്ട്. അതായത് കോടതികളിലും കേസ് കള്ളമാണ് പറയുന്നത്, പുറത്തും കള്ളമാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ DYFIക്കാർ SFIക്കാരൊക്കെ ഉണ്ടാക്കുന്ന ധാരാളം കേസുകളിൽ കള്ളം പറയാറുണ്ട്. കാസർഗോഡ് അല്ല, അവർ ചെടിച്ചട്ടിക്ക് പിന്നെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ തലക്കടിച്ചപ്പോൾ രക്ഷാപ്രവർത്തനമാണ് എന്ന് പറഞ്ഞു. ജനം മുഴുവൻ കണ്ടു എന്താണ് നടക്കുന്നതെന്ന്. പിന്നെ ഒരു ഗൺമാൻ ആളുകളെ ലാത്തി ഉപയോഗിച്ച് തല്ലുന്നു. അതെ, ഞാനിത് അറിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതുവരെ പോലീസ് ആലപ്പുഴയിൽ കേസ് എടുത്തിട്ട് ഇതുവരെ ഹാജരായിട്ടില്ല. ദൃശ്യങ്ങൾ അവൈലബിൾ ആയിരുന്നു അതിൻ്റെ. അപ്പോൾ ഈ കൂടെയുള്ളവരെയൊക്കെ സംരക്ഷിക്കുക, ഒരു ആശ്രിത വാത്സല്യം കാണിക്കുക, അതിനുവേണ്ടി കള്ളം പറയുക. ഇതിൻ്റെ അകത്തുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, കാട്ടാക്കടയിലെ പ്രസംഗത്തിൽ മറ്റേ സ്വർണ്ണക്കടത്തും ഒക്കെ പറഞ്ഞു ഇല്ലേ, മറ്റേ തൃശ്ശൂരിൽ കരുവന്നൂരും പറഞ്ഞു, മറ്റേ ഈ മാസപ്പടിയും പറഞ്ഞു. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഘടനയിൽ തന്നെ, ചരിത്രത്തിൽ തന്നെ പാർട്ടിക്ക് വേണ്ടി കള്ളം പറയാം എന്നൊരു തത്വം അടങ്ങിയിട്ടുണ്ട്. അത് ഇവിടുത്തെ പാർട്ടിയിൽ മാത്രമല്ല, സോവിയറ്റ് യൂണിയനിലും ഒക്കെ അങ്ങനെയാണ്. ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ നടന്ന ചർച്ചയോ സെക്രട്ടേറിയറ്റിലുള്ള ചർച്ചയോ മറ്റോ നമ്മളിങ്ങനെ പരിചയമുള്ള സഖാക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ അവർ പറയാറുണ്ട്. ഈ പാലക്കാട് സംസ്ഥാന സമ്മേളനത്തിൽ വെച്ചിട്ട് ഭരതനെ ഒഴിവാക്കുകയാണ് അവസാനം ഔദ്യോഗിക പാനലിൽ നിന്ന്. സംസ്ഥാന കമ്മിറ്റിയിൽ ഭരതൻ ഇല്ല, പുതിയ ഔദ്യോഗിക പാനൽ അവതരിപ്പിക്കുമ്പോൾ. അപ്പോൾ ഭരതൻ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. എനിക്ക് അനാരോഗ്യമൊന്നും ആയിട്ടില്ല, അനാരോഗ്യം കൊണ്ട് ഒഴിവാക്കുന്നു എന്നാണ് പറഞ്ഞത്. എനിക്ക് അനാരോഗ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഭരതൻ പൊട്ടിത്തെറിച്ചു. അത് കഴിഞ്ഞ് ഞാൻ കോടിയേരി ബാലകൃഷ്ണനെ കണ്ടപ്പോൾ, ഇത് വേറൊരു സ്ഥലത്തു നിന്ന് കിട്ടിയിട്ട് ഞാൻ ചോദിച്ചു, അങ്ങനൊരു സംഭവമൊന്നും ഉണ്ടായില്ല എന്ന് കോടിയേരി ബാലകൃഷ്ണൻ എന്നോട് പറഞ്ഞു. ഞാനപ്പോൾ എനിക്ക് നല്ല പരിചയമുള്ള ഉന്നതങ്ങളിൽ തന്നെ ഇരിക്കുന്ന ഒരാൾ ഇങ്ങനെ പറഞ്ഞു, ചിലപ്പോൾ അതായിരിക്കും ശരി എന്ന് വിചാരിച്ചിട്ട് ഇത് അന്ന് റിപ്പോർട്ട് ചെയ്തില്ല ഞാൻ. പിന്നെയാണ് വേറെ ആളുകളോട് സംസാരിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതങ്ങനെയല്ല, ഇത് സംഭവിച്ചിരുന്നു എന്ന് ഭരതനോട് തന്നെ ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്.
അങ്ങനെ ആ സംഭവം. പിന്നെ EK നായനാർ സുശീല ഗോപാലിനോട് മത്സരിച്ചല്ലോ, ഒരു വോട്ടിന് ജയിച്ചു. 2 വോട്ട്. രണ്ടാണ്. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കല്ലേ? അതെ അതെ. അത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിനെ വീട്ടിൽ വെച്ച് കാണുന്നുണ്ട്. വീട്ടിൽ വെച്ച് കാണുമ്പോൾ ഞാൻ ചോദിച്ചു 2 വോട്ടിനായിരുന്നു അല്ലേ എന്ന് ചോദിച്ചു. 2 എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഞാനാണ് നിനക്ക് പറഞ്ഞു തന്നത് നാളിൽ വിചാരിക്കും. അതുകൊണ്ട് നീ 1/2 ഡസൻ എന്ന് എഴുത് എന്നോട് പറഞ്ഞു. ഞാൻ 1/2 ഡസൻ എന്ന് എഴുതി. ബാക്കി എല്ലാ പത്രങ്ങളിലും കൃത്യമായിട്ട് 2 വോട്ട്. അപ്പൊ ഈ കള്ളം കൊണ്ട് കാര്യങ്ങൾ മറച്ചു വെക്കാം. ഈ ഗീബൽസിനെ കുറിച്ച് കൂടെ പറയുകയും കുറ്റപ്പെടുത്തി മറ്റുള്ളവർ ഗീബൽസ് ആണെന്ന് പറയുകയും ചെയ്യുന്നു. ഇവരാണ് ആ ഗീബൽസിൻ തന്ത്രം ഭംഗിയായിട്ട് പ്രയോഗിക്കുന്നത്. മാത്രമല്ല, നോക്കൂ, ഈ പറയുന്ന 90% കാര്യങ്ങളും കള്ളമായിരിക്കും. ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യം നോക്കൂ. ഇപ്പൊ നമ്മുടെ കയ്യിൽ വലിയ പട്ടിക മോഡി പരാമർശിച്ചു. നമ്മുടെ കയ്യിൽ വലിയ പട്ടിക തന്നെയുണ്ട്. ഈ പല കമ്പനികളും, പ്രത്യേകിച്ച് കേരളത്തിൽ മുത്തൂറ്റ് കോടികൾ കൊടുത്തത് 4-5 കൊല്ലം കണക്കുകളിൽ വ്യക്തമാണ്. ഇവര് മറ്റേ ഇലക്ട്രൽ ബോണ്ട് വഴി അല്ലാതെ കാശ് മേടിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം. പിന്നെ ബക്കറ്റ് പിരിവ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ കള്ളപ്പണം കിട്ടിയാലും ബക്കറ്റ് പിരിവിൽ കിട്ടിയതാണെന്ന് അങ്ങനെ എഴുതി വിടാം. അക്കൗണ്ട് ചെയ്യാൻ എളുപ്പമാണ്. എത്ര കള്ളമാണ് ഈ പാർട്ടിയുടെ ചരിത്രത്തിലുള്ളത്. ഈ ചൈനയുമായിട്ടുള്ള ഏറ്റുമുട്ടൽ 1962, അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഇന്ത്യയുടേതെന്നും ചൈനയുടേതെന്നും ഒരാൾക്ക് പറയാൻ പറ്റുമോ? അതും EMSന്. മൊത്തത്തിൽ ഒരു നുണ വ്യാപാരമാണ് കമ്മ്യൂണിസം എന്നാണോ മിസ്റ്റർ രാമേന്ദ്രൻ പറഞ്ഞു വരുന്നത്? ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കുടുംബത്തിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ ചില കുടുംബത്തിലുള്ള ആളുകളൊക്കെ പറയും. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ശത്രുവിനെ കൊല്ലാം എന്ന് വിചാരിക്കുന്ന പഴയ നാടുവാഴി കുടുംബങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇല്ലേ? പാർട്ടിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി നുണ പറയുന്നത്, കുടുംബത്തിന് വേണ്ടി ആളുകളെ കൊല്ലുന്നത്, കുടുംബത്തിന് വേണ്ടി ആളുകളെ ഉന്മൂലനം ചെയ്യുന്നത്, ഇതൊക്കെ ശരിയാണെന്ന് വിചാരിച്ചിരുന്ന മാടമ്പി കുടുംബങ്ങളും ഒക്കെ ഉണ്ടായിരുന്നില്ലേ? എന്ന് പറഞ്ഞ പോലെയാണ് ഈ പാർട്ടി ആഗോളമായിട്ട്. അതെ, നാമകുഞ്ചര അശ്വത്ഥമ ഹത നാമകുഞ്ചര എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചില സമയത്ത് ചില കാര്യങ്ങൾ മറച്ചു വെക്കേണ്ടി വരും, അതിനുവേണ്ടി കള്ളം പറയേണ്ടി വരും എന്നുകൊണ്ട് ഈ പാർട്ടിക്കകത്ത് ആളുകളെ ഒഴിവാക്കുമ്പോൾ പറയുന്നത് മുഴുവൻ കള്ളല്ലേ. ചാത്തുണ്ണി മാസ്റ്ററെ എടുത്ത് കളയുമ്പോൾ വലിയ അഴിമതിക്കാരനാണെന്നല്ലേ പറഞ്ഞേ. അതുപോലെ തന്നെ പാർട്ടിയിൽ നിന്ന് ഒരാളെ ഒഴിവാക്കുമ്പോൾ പെണ്ണ് കേസ് പറയില്ലേ? കാരണം പിന്നെ സമൂഹത്തിൽ പാർട്ടി ചെയ്യുന്നതായിരിക്കും തെറ്റ്, പിന്നെ സമൂഹത്തിൽ അയാൾ എഴുന്നേറ്റ് നടക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ്. രാഘവൻ ഇവരൊക്കെ പല ആളുകളും അഴിമതി നടത്തി എന്നൊക്കെ പറഞ്ഞ് ഇവർ പറഞ്ഞ് പ്രചരിപ്പിക്കും. P. കൃഷ്ണപിള്ള കല്യാണം കഴിച്ചു വരുമ്പോൾ വിഭാഗീയത ഉരുണ്ടുകൂടിയിരുന്നുകൊണ്ട് ഒരു അഭിസാരികയാണ് അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നതെന്ന് പാർട്ടിക്കകത്ത് എതിർച്ചേരി പറഞ്ഞു പരുത്തി. അദ്ദേഹത്തിന് ജീവിച്ച് പോകാൻ തന്നെ പ്രയാസമായിട്ട് വന്നു. അതുപോലെ ക്വിറ്റ് ഇന്ത്യ കാലത്ത് പാർട്ടി ഒറ്റി എന്നുള്ളതിന് രേഖയുണ്ട്. റെജിനാൾഡ് മാക്സ്വെല്ലിന് വേണ്ടി PC ജോഷി ജനറൽ സെക്രട്ടറി തന്നെ ചാരനായിട്ട് മാറി, ഏജൻ്റായിട്ട് മാറി. അത് നമ്മൾ ഇന്ന് പറയുമ്പോഴും കള്ളമാണെന്നല്ലേ അവർ പറയാം. ഇനി അതധികം പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രേഖകളൊക്കെ അവൈലബിൾ ആണ്. ദേശാഭിമാനിക്ക് അന്ന് സാമ്പത്തിക സഹായം ബ്രിട്ടൻ്റെ കിട്ടിയിട്ടുണ്ട്. അടുത്ത കാലത്ത് സന്ദീപ് വാര്യർ പറഞ്ഞപ്പോൾ കള്ളമാണെന്നല്ലേ ഇവർ പറഞ്ഞത്. അതുപോലെ TV തോമസ് ആയിരുന്നു കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആകേണ്ടിയിരുന്നയാൾ. കാരണം തിരുവിതാംകൂറിലെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹമായിരുന്നു, തിരുക്കൊച്ചി സഭയിലും. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ തന്നെ അത് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ആദ്യത്തെ CPIയുടെ പാർലമെൻ്ററി പാർട്ടി ഈ എറണാകുളത്ത് ലെനിൻ സെൻറ്ററിൽ ചേർന്ന് TV തോമസിനെ നേതാവായി തിരഞ്ഞെടുക്കാനായിട്ട് വരികയും കാട്ടായിക്കോണം ശ്രീധരൻ തിരുവനന്തപുരത്തെ അദ്ദേഹത്തെ ഭാവി മുഖ്യമന്ത്രിയെ ആനയിച്ചു കൊണ്ടുപോകാൻ 101 കാറും ആയിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എല്ലാം തകിടം പറഞ്ഞു. നീലേശ്വരത്തു നിന്ന് ജയിച്ചു വന്ന EMS ഒരു വേള EMS പോലും അറിയാതെ
ലീഡറായി തിരഞ്ഞെടുക്കും? അത് EMS അറിയാതെയാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് ഈ ആലുവയിൽ ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു പ്ലീനം നടന്നിരുന്നു. ആ പ്ലീനത്തിൽ ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് കൈ കഴുകുമ്പോൾ എമ്മനും AKG അടുത്തടുത്താണ്. അപ്പോൾ AKGയോട് മുഖ്യമന്ത്രി AKG മുഖ്യമന്ത്രിയാക്കണം എന്നാണ്. ഇത് വെളിയം ഭാർഗവൻ പിന്നീട് തുടർന്ന് കലാകൗമുദിയായിട്ടുള്ളൊരു ദീർഘ ഇൻ്റർവ്യൂവിൽ തുറന്നു പറഞ്ഞിരുന്നു. അപ്പോൾ AKGയോട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് AKG ആണ് കണ്ടിരിക്കുന്നത്, കേരളത്തിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. സെക്രട്ടറിയായ MN ആവശ്യപ്പെട്ടു. അപ്പോൾ AKGക്ക് തോന്നിയത് കേരളത്തിൽ ജയിക്കാനൊന്നും പോകുന്നില്ല, എന്നെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ്, ഞാൻ ഡൽഹിയിലൊക്കെ ഉള്ള ആളല്ലേ. അങ്ങനെ AKG നിരസിച്ചു. അദ്ദേഹം മത്സരിച്ചില്ല. അല്ല, ഇത് മത്സരത്തിന് ശേഷമുള്ള സംഭവം. അതെ, മത്സരിച്ചില്ല. പക്ഷേ EMSന്റെ ഭാഗത്ത് എന്താണെന്ന് വെച്ചാൽ 5 സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷത്തിലാണല്ലോ നിൽക്കുന്നത് സർക്കാർ. ആ 5 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും തെക്കുന്നുള്ളവരല്ല. മുണ്ടശ്ശേരി, പിന്നെ പാലക്കാട്ട് നിന്നുള്ളൊരു ക്രൈസ്തവൻ. അങ്ങനെ എന്തു പറ്റിയെന്ന് വെച്ചാൽ അവരൊക്കെ EMSനെ പിന്തുണയ്ക്കുകയോ ആ പിന്തുണ നേരത്തെ തന്നെ സംഘടിപ്പിക്കുകയോ ചെയ്തിരുന്നു. ഞാൻ കേട്ടത് വേറൊന്നാണ്. MN ഗോവിന്ദൻ നായരാണല്ലോ സ്റ്റേറ്റ് സെക്രട്ടറി പാർട്ടിയുടെ. അദ്ദേഹം NSSൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. മലയാള മനോരമ ഫ്രണ്ട് പേജിൽ TV തോമസിൻ്റെ പേരടിച്ചു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു. ഇതൊക്കെ വായിച്ചിങ്ങനെ ഇരിക്കുകയാണ്. MN അത് കണ്ടിട്ട് MNനോട് മന്നത്ത് പത്മനാഭൻ വിളിച്ച് പറഞ്ഞു, ഈ പത്രത്തിൽ വന്ന ആളിൻ്റെ പേരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചിട്ട് ഇങ്ങോട്ട് പോരരുത്. അവിടെയാണ് തകിടം മറിച്ചത്. അപ്പം CPIയുടെ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉള്ളടക്കത്തെ സ്വാധീനിക്കാൻ ഇവർ വർഗീയവാദിയെന്നും മതനേതാവെന്നും വിളിക്കുന്ന MN ഗോവിന്ദൻ നായർക്ക് മേൽ സ്വാധീനിച്ച് പ്രവർത്തിക്കാൻ അന്ന് മന്നത്ത് പത്മനാഭന് കഴിഞ്ഞു. അത് സാധ്യമാകുമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ തെക്ക് ഈ സ്ഥാനാർത്ഥികളുടെ പേരൊക്കെ എടുത്തു നോക്കൂ. NSSന്റെ B ടീമായിട്ടാണ് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുന്നത്. ഹരിപ്പാട്ട് തന്നെ സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ച കഥയൊക്കെ ഉണ്ടല്ലോ. പുലർച്ചെ ഒരു 2-3 മണിക്ക് തുറന്നിരിക്കുന്ന ഒരു ചായക്കടയിൽ ചെന്നിട്ട് ഇവിടെ നമുക്ക് പറ്റിയ നായരെ ആരെങ്കിലും കിട്ടുമെന്ന് വെച്ചിട്ട് ഹരിപ്പാട്ട് രാമകൃഷ്ണ പിള്ളയെ പിന്നീട് ആ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഈ കഥാപാത്രമാണ് നിൽക്കുന്നത്. അത് ചായക്കടയ്ക്ക് അടുത്തുണ്ടായിരുന്ന ഒരാളാണ്. പൊതുവെ അന്ന് തെക്ക് അങ്ങനത്തെ ഒരു സ്ഥാനാർത്ഥികളാണ്. അതെ, മാത്രമല്ല മതം മറ്റേ രാഷ്ട്രീയത്തിൽ കലർത്തരുത് എന്നൊക്കെ ഇപ്പോഴും പറയുന്ന ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് ശബരിമല തീവയ്പ് കേസ് ആണ് തെക്ക് മുഴുവൻ പ്രചരിപ്പിച്ചത്. MN ഗോവിന്ദൻ നായരുടെ പ്രചാരണത്തിൽ മൊത്തം വിശ്വാസികളെ ഉണർത്തിയത്. അപ്പൊ ഈ കള്ളം പറയുന്നതെന്ന് പറഞ്ഞാല് മുമ്പെടുത്ത നിലപാടുകളും അവര് ഞങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല, എപ്പോഴും ഈ മതേതരത്വം ഭാവിക്കല്, ഈ കാപട്യം അതിൻ്റെ ഒരു കുടുംബ സ്വത്താണല്ലോ. അല്ല, പാർട്ടി പ്രവർത്തനത്തിൽ ഹിപ്പോക്രസി, ഈ കാപട്യം ഉണ്ട്. അത് ആധുനിക മനുഷ്യൻ്റെ ഒരു സ്വഭാവം കൂടിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സാഹിത്യത്തിലും ഉണ്ട്, സംസ്കാരത്തിലും എല്ലായിടത്തും മനുഷ്യൻ്റെ ഒരു വേറൊരു മുഖംമൂടിയുണ്ട്. അപ്പോൾ അത്ര 100% സത്യസന്ധരായ വ്യക്തികൾ പൊതുജീവിതത്തിൽ വളരെ കുറവാണെന്ന് തന്നെ പറയാം. പക്ഷേ ഒരു ഭരണാധികാരി നുണയനാണെന്ന് പൊതുവേദിയിൽ 10,000-കണക്കിന് ജനങ്ങളെ നോക്കി ഒരു പ്രധാനമന്ത്രി വിളിക്കുകയാണ്. അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും വളരെ വലുതാണ്. അതിൻ്റെ അർത്ഥം ഈ നമുക്ക് ഇവിടെ ജീവിക്കുന്ന പൗരന്മാരെക്കാൾ ചില കൂടുതൽ വിവരങ്ങൾ പ്രധാനമന്ത്രിയുടെ കയ്യിലുണ്ട്. അതാണ് ഞാൻ അത് പ്രതീക്ഷിച്ചാണ് ഈ ചോദ്യം ആവർത്തിക്കുന്നത്. അത് എന്തൊക്കെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്? അതായത് 26-ാം തീയതി വോട്ടെടുപ്പ് കഴിയുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും വലിയ സംഭവ വികാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മളത് ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഉണ്ടാകും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇനി പക്ഷേ കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. അതെ, ചോദ്യം ചെയ്യാനൊക്കെ വിളിച്ചിട്ടുണ്ട്. മറ്റേ കരിമണൽ കർത്തായുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഹാജരായിട്ടുണ്ട്. അദ്ദേഹം ഹാജരായിട്ടില്ല, അനാരോഗ്യമായിരിക്കാം. പക്ഷെ ഹാജരാകേണ്ടി വരുമല്ലോ. പിന്നെ മറ്റേ
കരുവന്നൂർ ബാങ്കിലെ ചോദ്യം ചെയ്യൽ തുടരുന്നുണ്ട്. അതിന് പിന്നാലെ മറ്റു കാര്യങ്ങളും കൂടി വരും എന്ന് വേണം കരുതാൻ. പലതും ഇൻ്റലിജൻസ് ഏജൻസീസൊക്കെ പ്രധാനമന്ത്രിയെ ഇങ്ങനെ ബ്രീഫ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. അതുകൊണ്ട് എന്തുകൊണ്ട് പ്രധാനമന്ത്രി നുണയൻ എന്ന് വിളിച്ചു എന്നുള്ളതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് വ്യക്തമാകുന്നത്, CPM-ഉം BJP-യും തമ്മിൽ ഒരു രഹസ്യ ധാരണയുണ്ട് എന്ന കോൺഗ്രസ്സുകാരുടെ പ്രചരണം ഇതോടെ തീരുകയാണ്. പിന്നെ അത് തീരുകയാണല്ലോ. മാത്രമല്ല ആ കാലഘട്ടം കഴിഞ്ഞു. എന്തുകൊണ്ടാന്ന് വെച്ചാൽ BJP തന്നെത്താനെ അതിൻ്റെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുക, അതിനുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുക, കഴിയുമെങ്കിൽ കേരളം പിടിക്കുക. തെക്കേ ഇന്ത്യയിൽ ഉള്ള സംസ്ഥാനങ്ങൾ പല സ്ഥലവും ഈ ത്രിപുരയൊക്കെ പിടിച്ച പോലെ ആ അജണ്ടയും വെച്ചിട്ടാണ് ഇനി BJP ദേശീയ തലത്തിൽ പ്രവർത്തിക്കുക എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയം വേണ്ട. വളരെ വ്യത്യാസമുള്ള സ്ഥാനാർത്ഥികളെയാണ് ആദ്യമായിട്ട് BJP, സ്ഥിരം സ്ഥാനാർത്ഥികളല്ല. ഈ കലാനിലയം സ്ഥിരം നാടകവേദി എന്ന് പറയുന്നത് പോലെ അല്ല സംഭവം പോകുന്നത്. പ്രധാനമന്ത്രി നമുക്കൊക്കെ അങ്കലാപ്പുണ്ടാക്കുന്ന മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഇവർ കമ്മ്യൂണിസ്റ്റുകാർ തുടർഭരണത്തിലൂടെ വെസ്റ്റ് ബംഗാൾ നശിപ്പിച്ചു. വെസ്റ്റ് ബംഗാൾ ഇപ്പോൾ വേസ്റ്റ് ബംഗാളാണ്. ത്രിപുര നശിപ്പിച്ചു. ഇനി അടുത്തത് കേരളമാണ്. അതെ, അത് പറഞ്ഞു. അതൊരു സന്ദേശമാണ്. അപ്പോൾ കൂടുതൽ ഈ നുണയെ സംബന്ധിച്ച കഥകൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.